I try to pray for you. ഹലോ, ഇന്ന് എൻ്റെ കോൺവെക്കേഷനാണ്. തമിഴ്നാട് കണ്ടിട്ടായിരിക്കുമല്ലോ എല്ലാവരും കയറി വരുന്നത്. ഞങ്ങളാണെങ്കിൽ ഭയങ്കര ലേറ്റായി. ഊബറല്ല ഹോപ്പ് എടുത്തിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. 6 മിനിറ്റ് കൊണ്ട് എത്തും. എൻ്റെ തലയൊക്കെ ഭയങ്കര കോലമായിപ്പോയി. ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു വെട്ടാൻ വിചാരിച്ച്. ഞാൻ ഷോർട്ട് ആക്കരുതെന്നായിരുന്നു ഒരു അമ്മച്ചിനോട് പറഞ്ഞത്. പക്ഷെ ഷോർട്ടാക്കി കളഞ്ഞു. എനിക്ക് ഒട്ടകപ്പശീൻ്റെ ഫീലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ നിന്നൊക്കെയോ ഇച്ചിരി മോട്ടിവേഷനൊക്കെ ഉണ്ടാക്കി പോസിറ്റിവിറ്റിയൊക്കെ വാരി ഇറങ്ങിയേക്കുവാ. എന്നുവെച്ചാൽ ബേക്കിലൊക്കെ ഭയങ്കര പറ്റ വെട്ടിക്കളഞ്ഞു. ഞാൻ ഇച്ചിരി മുടി വെച്ചിട്ട് ഫ്രണ്ട് ഇങ്ങനെ എന്നുവെച്ചാൽ ഇത്ര ചെറുതാക്കാനും അല്ലായിരുന്നു ഞാൻ വിചാരിച്ചത്. ഞാനൊരു റെഫറൻസ് കാണിച്ചു കൊടുത്തത്, ഞാൻ ഇതിൽ കാണിക്കാം. അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ വെട്ടി വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ അമ്മച്ചിക്ക് സങ്കടം ഉണ്ടല്ലോ വെച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചപ്പോൾ ഞാൻ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ മുഖം കണ്ടിച്ചാൽ തോന്നുന്നു മനസ്സിലായി എന്ന് തോന്നുന്നു. ടിപ്പൊന്നും ചോദിച്ചില്ല. അങ്ങനെയൊക്കെ എൻ്റെ കൂടെ ഇരിക്കുന്നത് ഇതെൻ്റെ കൂട്ടുകാരനായ എൻ്റെ പേര് മാത്യു. ഇതാണ് ഞാൻ. എനിക്ക് ജോലി സെറ്റാക്കി തന്നു എന്ന് പറഞ്ഞ മാത്യു. ഒരാളും കൂടെ ഉണ്ടാവേണ്ടിയിരുന്നു, നിവേദ. അവള് മുഹൂർത്തത്തിൽ ഞങ്ങളെ പറ്റിച്ചിട്ട് പോയി, വേറെ വണ്ടി കയറി. അപ്പം അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ടൊറൻറ്റോയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ജോൺ ബാസറ്റ് തിയേറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ കോൺവെക്കേഷൻ നടക്കുന്നത്. നമ്മൾ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. കാരണം ഒരുപാട് പ്രോഗ്രാമിൻ്റെ കോൺവെക്കേഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സിനെ തപ്പി നടക്കണോ അതോ അവിടെയുള്ളവരുടെ ഡ്രസ്സൊക്കെ നോക്കിയിരിക്കണോ, അങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഈ കാണുന്നത്. റൗണ്ട് അടിക്കേ. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സീറ്റ് നമ്പറൊക്കെ കിട്ടി. യൂട്യൂബ് ചാനൽ കാണിക്കും, ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ബോണി. ഞാൻ കാണിക്കൂ, നീ ഇപ്പൊ ഓരോ ആംഗിൾ കൊളവാക്കുന്നേ. ക്യാമറ എന്ന് വിചാരിക്കണ്ട, ഇതെന്റെ ഫോൺ. ഇടുവേടാ, നീയല്ലേ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് യൂട്യൂബ് ചാനൽ എടുക്കുന്ന പറഞ്ഞേ. അപ്പൊ നിന്നെ ഇടണ്ടേ ആദ്യം. കണ്ണൻ ഐഡിയസ് തരുന്ന ആരാന്ന് കാണട്ടെ സബ്സ്ക്രൈബേഴ്സ്. നോക്കരുത് തന്നെ ആരും. സുന്ദരികള് കൊള്ളാം കൊള്ളാം കൊള്ളാം. എല്ലാരും ഞാൻ തുണി കാണിക്കാം. നല്ല രസമുണ്ടല്ലോ. ആരാ പറഞ്ഞ കുളമെന്ന് എന്തോ ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞു. അഹങ്കാരി. അവിടെ വേറെ ഫാഷൻ ഷോ. ടീന ഹായ് പറ, എന്റെ യൂട്യൂബ് ചാനലാ. അതാരാ? നാൻസി. നാൻസിനെ എനിക്ക് പേടിയാ. എല്ലാം എടുക്കും. നിവേദ ഊരിന്നൊക്കെ ഞാൻ എടുക്കുവോ വീഡിയോയിൽ. ഏതാ ഉടുപ്പ് കാണിച്ച് ഡ്രസ്സ് കാണിക്ക്. കൊള്ളാം. എല്ലാം അകത്തായി പോയില്ലേ? എന്നത് വ്ളോഗിലിടാനാ? ഞാൻ വ്ളോഗിലിടും എല്ലാരും. നാൻസി
ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹായ് പറഞ്ഞതിന്. ഞാൻ ഇവനെ വിളിച്ചോണ്ടിരുന്ന മറന്നുപോയി. ആ തടിയൻ. ഇതാണ് ഗൈസ്. അത് പറഞ്ഞു. മുത്തൂറ്റ് ഫിനാൻസിന്റെ നിവേദ ഇവനെ കാണാൻ പറ്റിയ മുത്തൂറ്റ് ഫിനാൻസിന്റെ ഒക്കെ മുതലാളി, അങ്ങനത്തെ ഒരു ഫീല്. എന്തിനാ ഫ്ലാഗ് ഒക്കെ കച്ചറ ഉണ്ടാക്കുവോ? മോനെ മുണ്ടാ അവിടെ ചെന്ന് അഴിഞ്ഞ് വീണിട്ട് വേണം മേടിക്കാൻ. ഇവനെ എന്നോട് എക്സ്റ്റൻഷൻ വെക്കാൻ പറഞ്ഞു. അവിടെ പോയി മേടിക്കുമ്പോ ഇത് പറഞ്ഞു വീഴുന്നു മേടിച്ചിട്ട് വെക്കാൻ. എക്സ്റ്റൻഷൻ കുത്താനുള്ള മുടി പോലും ഇല്ല. ആ പറഞ്ഞു വേണ്ട, എനിക്കിത് മതി. മുട്ടയിൽ ഞാൻ ആണല്ലേ തകർന്നേരുന്ന വൃത്തിയായിട്ടാണ് ഞാൻ പിന്നെ ക്യാമറ എടുത്തു. എല്ലാ സ്ത്രീകളെ പുരുഷന്മാരെയൊക്കെ എടുക്കട്ടെ. മാറി ടീനയുടെ ഡ്രസ്സ് കാണാൻ പറ്റിയില്ല. പുറത്തിറങ്ങുമ്പോ കാണിച്ചു തരണേ. നമ്മുടെ ചാനലിലെ വ്യൂസ് കൂട്ടാൻ സുന്ദരികളെ എടുക്കുക. അത് പ്രത്യേകം. ഓഡിറ്റോറിയത്തിലോട്ട് കയറുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനെ ഒരു അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. ഇതിലേ ഉള്ളൂ എല്ലാവരും കൂടെ ഉള്ളത്. പിന്നെ എല്ലാവരും പരിപാടി കഴിയുന്നതനുസരിച്ച് വിട്ടുവിട്ടങ്ങ് പോയി. ഗുണം നമ്മൾ മാത്രം ഇവിടെയാ. ടാറ്റ പറഞ്ഞു വിട്ടവര് പിന്നെ വന്ന. ആ ഞാൻ ഇവിടെ. നമ്മൾ ഫ്രണ്ടിൽ പോയിക്കല്ലോ. വീഡിയോ എടുത്ത് തരണേ. ഞാൻ നിന്റെ വീഡിയോ എടുക്കാം. നീ എന്റെ വീഡിയോ എടുക്കണേ. So I'm going to say, hi, graduates, and you yell as loud as you can. Oh, hi, Mark. Okay? Hi, graduates. Oh, hi, Mark. That's going to drive them nuts. Okay. Our graduates, because this monumental day belongs to the Lambton College class of 2025. St. Vincent is here. Lisa Abdulazadeh is here. Could you pay for that? Beside him is my cool cat, Roger Batchelor. And at the end is Ed Blackburn, who is the Director of Corporate Relations. Sona Soni and Somanjit Kaur.
Verghese and Vanessa Pagua. അതിന്റെ ഫുൾ ഫോം എന്താ പറഞ്ഞേ? ബാച്ചിലറിനെ ആ മനസ്സില് വിചാരിച്ചു വെച്ചേക്കുന്ന കള്ളിപ്പെണ്ണ. കോഴ്സ് മാറിപ്പോയിന്നാ പറയുന്നത് മാത്യു. പെണ്ണുങ്ങളെ കണ്ടിട്ട് ഈ കോഴ്സ് എടുത്താൽ മതിയായിരുന്നു. നാണമില്ലല്ലോ അവിടെ കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ. അല്ല അത് ഇല്ല, എനിക്കറിയത്തില്ല. നിന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞോളാ. സൂമാക്കാൻ പറ്റൂല അല്ലേ? നിന്റെ ചാനൽ വേണം എന്റെ ചാനൽ കൂടെ പ്രൊമോട്ട് ചെയ്തോ. 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള വളരെ പ്രശസ്തനായ പ്രഗത്ഭനായ ഒരാള്. ഏതോ ചെറുക്കൻ പേടിച്ചു പോയി. ഞാൻ കാറിന് വീഡിയോ എടുത്തു. ഇങ്ങനെ ഒരു ഞെട്ടാ. ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെറുപറ കുറേ ഫോട്ടോസ് എടുത്തു. എനിക്ക് റോഡിൽ നിന്ന് ഫോട്ടോ എടുത്തോ? ഓഫ് കോഴ്സ്. വായിക്കാത്ത കയറി എടുത്തു. ഞാൻ വായിക്കാത്ത കയറി എടുത്തു സൂമാക്കിയിട്ട്. ബ്ലോഗറാവും അവൻ. ഇഷ്കു നോക്കാത്ത ബനിയനൊക്കെ ചാടി വരുന്ന നാണക്കേട്. എന്നെ ഇതുപോലെ എടുത്തു തരണേ മാത്യു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ബോറടിച്ചിരിക്കുമ്പോഴാണ് സംഭവിച്ചത്. ദവീന്ദർ സിംഗ്, എൻ്റെ ടീംമേറ്റും ആരാധകനും ഉത്തരേന്ത്യക്കാരനുമായ ചെക്കൻ. പിന്നെ ഞാനൊന്നും നോക്കില്ല, അങ്ങോട്ടേക്ക് വിളിച്ചു. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി, സ്റ്റെപ്പ് കയറി, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെ മലയാളം അറിയത്ത ചെക്കനോട് പോടാന്നൊക്കെ. അങ്ങനെ ഞങ്ങൾക്കും കിട്ടി നല്ലൊരു ഫോട്ടോ. ഇപ്പഴാ ഞാൻ തിരിച്ചറിഞ്ഞേ. നീ പറഞ്ഞില്ലേ നിനക്കും ഇതുവരെ അറിയില്ല നിന്റെ കഴിവെന്താന്ന്. അതാണ് മതിയടാ, ഞാൻ വീഡിയോ എടുത്തല്ലാണ്ട്. തൊപ്പി എടുത്തു, ഫോട്ടോയും എടുത്തു. ഇല്ല 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 ഇല്ല. ആ ഇനി സ്ലോ മോഷൻ എണ്ണീച്ച സ്ലോ മോഷന് കൺവിൻസിങ് സ്റ്റാറിനെ എടുക്കട്ടെ. വെള്ളം അടിക്കാൻ കൺവിൻസ് ചെയ്യുന്നു. കണ്ടുപിടിച്ചോ. ഇതൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാന്ന് കണ്ടുപിടിച്ചോ. നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കാം. ഞാൻ ഇതൊക്കെ യൂട്യൂബ് വീഡിയോ കേട്ടോ. എല്ലാരും ഞാൻ എക്സ്പോസ് ചെയ്യും. ഇതിലൊന്നും പെടാണ്ട് നിൽക്കുന്ന വേറൊരുത്തൻ.
സന്തോഷം. ചത്തിരിക്കുന്ന മനുഷ്യൻ ഇപ്പൊ എനിക്ക് ഇടി കിട്ടും. ഞാൻ ദൂരെ സൂം ചെയ്യണം. ഇവരെന്തായാലും കൊണ്ടുവിടത്തില്ല. മണീച്ച പിന്നെ അവിടുന്ന് നമ്മൾ കുറേ ഫോട്ടോ എടുത്തു. അന്ന് ഫോട്ടോ എടുപ്പാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം. അത് കഴിഞ്ഞ് നമ്മൾ കോൺവെക്കേഷൻ കഴിഞ്ഞ സന്തോഷത്തിൽ പുറത്തുനിന്ന് പോയി ബിരിയാണിയൊക്കെ തട്ടി. ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. എനിക്കങ്ങനെ വീഡിയോ റാപ്പപ്പ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കായിപ്പോയി. ഇന്നാണെങ്കിൽ ഒത്തിരി പ്രോഗ്രാമിന്റെ കോൺവെക്കേഷൻ ഒരുമിച്ച് അവർ സെയിം ഡേ ആണ് വെച്ചത്. അപ്പം ഞങ്ങൾ സ്പ്ലിറ്റ് ആക്കിയിട്ട് ഉച്ച വരെ കുറെ പേരുടെ ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ. അപ്പം ഒരു കോഴ്സിൽ തന്നെ 100,000 പിള്ളേരുണ്ട്. അപ്പൊ 2 പേർക്ക് ഒരുമിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ആ ഫുൾ പ്രോഗ്രാം നടത്തി. എന്നിട്ട് തന്നെ വൈകുന്നേരമായി. അപ്പൊ തന്നെ ഞങ്ങൾ ഇരുന്നിരുന്ന് മടുത്തുപോയി. അതുകൊണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അധികം ഞാൻ വീഡിയോ എടുക്കാനൊന്നും പോയില്ല. ഇപ്പൊ രാത്രിയായി. ഇപ്പൊ ഞാൻ റൂമിൽ ഡ്രസ്സ് മാറുന്നതിന് മുന്നേ ഈ ഡ്രസ്സ് തന്നെ റാപ്പപ്പ് ചെയ്യാന്ന് വിചാരിച്ച് വന്നയാ. പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് മുടി വെട്ടിയതുകൊണ്ട് ആദ്യം ഭയങ്കര സങ്കടമായിരുന്നു, കാരണം ഞാൻ ഇടാൻ വിചാരിച്ച ഉടുപ്പല്ലായിരുന്നു ഇത്. എന്നിട്ട് പിന്നെ ഞാൻ മുടിക്ക് മാച്ച് ചെയ്യുന്ന ഉടുപ്പൊക്കെ സെറ്റാക്കി മാലയൊക്കെ ഇട്ട് അങ്ങ് ഇറങ്ങി 2 കൽപ്പിച്ച്. പിന്നെ എല്ലാം മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഇത്ര മേക്കപ്പ് തന്നെ ഇടുന്നത്. മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്നായി. പിന്നെ ഞങ്ങള് ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പം ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് എന്നോടൊന്ന് പറഞ്ഞു മജസ്റ്റിക് എന്ന് പറഞ്ഞു. അവര് ഫോട്ടോ എടുത്തോണ്ടിരിക്കും, എന്നിട്ട് എന്റെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ചു. അപ്പത്തേന് ഞാൻ പെട്ടെന്ന് തലവേന എടുത്തിരിക്കുന്ന ഞാൻ പെട്ടെന്ന് സ്വിച്ചിട്ടവല്ലേ എന്നായി. അത് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ നല്ല സന്തോഷം ചെയ്യും. അങ്ങനെ പിന്നെ ആരൊക്കെയോ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് ലുക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഓക്കെ. അങ്ങനെ ഞാൻ വീട്ടിൽ തെറ്റിയിരിക്കുക. ഞാൻ മുടി വെട്ടി കുളവായി. ഞാൻ ഓടി വിട്ടു. ഞാൻ മുടി വെട്ടിയ ഫോട്ടോ പോലും അയച്ചിട്ടില്ല. അന്നേരത്തേക്കും അമ്മയൊക്കെ എന്തിനാടി വെട്ടാൻ പോയാൽ പുറകെന്നാ കാണിച്ചു കൊടുക്കണം. ഞാൻ പുറകിൽ ഇത്ര വെട്ടാൻ വിചാരിച്ചില്ലായിരുന്നു. അവരങ്ങ് പറ്റച്ച് കളഞ്ഞു. അപ്പം പപ്പയും പറഞ്ഞു മൊട്ട അടിച്ചിട്ട് പൊടി നീ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക, മുടിയൊക്കെ വെട്ടി എല്ലാം കുളമായല്ലോ, ഒന്ന് സമാധാനിപ്പിക്കുക. അങ്ങനെയല്ല. അതുകൊണ്ട് ഞാൻ ഫോട്ടോ ഒന്നും അയച്ചു കൊടുത്തില്ല. ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ കണ്ടാൽ മതി അവര്. അങ്ങനെ വെറുതെയാ. ഞാൻ ആ ഫോട്ടോസ് കിട്ടിയപ്പോൾ അപ്പം തന്നെ അതൊക്കെ അയച്ചു കൊടുത്തു, കാരണം എനിക്ക് ഇരിക്കപ്പുറത്തില്ലായിരുന്നു അവർക്ക് അയച്ചു കൊടുക്കായിട്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ അടുപ്പിച്ച ഓരോ ദുരന്തം വന്നോണ്ടിരിക്കുക, തുടർച്ച ഇന്ന് ആലോചിച്ചൊക്കെ നമ്മൾ കോൺവെക്കേഷന് ഭയങ്കര സെറ്റായി പോവാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കോലങ്ങിട്ട് പോകുന്ന. പക്ഷെ അത് വലിയ കുഴപ്പമില്ലാണ്ട് ദൈവം സഹായിച്ച് ഒപ്പിച്ച് പോകാൻ പറ്റി. പിന്നെ എനിക്ക് ഇനി ഇവരെ ഒന്നും അധികം കാണാൻ കിട്ടൂല. എന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഭയങ്കര സെറ്റായ ഏക ഗ്യാങ്. ഈ ക്ലാസ്സിൽ ഉള്ള ഫ്രണ്ട്സുമായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വേറെ പോലെ തോന്നുന്നില്ല, നമ്മൾ സ്വന്തം ആൾക്കാരെന്നുള്ള പോലത്തെ ഫീൽ ചെയ്യുന്നു. അപ്പം അവരൊന്നും ഇനി കാണാൻ പറ്റൂല എന്നുള്ളതിന്റെ സങ്കടമുണ്ട്. കാണാം എന്ന് വെച്ചാൽ എല്ലാവരും വർക്കൊക്കെ ആയിട്ട് ഇനി ഫുൾ തിരക്കായിരിക്കും. ക്ലാസ് ആകുമ്പോൾ അവർക്ക് ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ എല്ലാവരും എങ്ങനെയാണെങ്കിലും കാണുമായിരുന്നു. അങ്ങനെയൊക്കെ ഇനി വേണം എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് തുടങ്ങിക്കോ. ഇപ്പൊ എനിക്ക് ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ ആയി വരുന്നുണ്ട് സംസാരിക്കുന്നതിലൊക്കെ. അതുപോലെ ലൈക്ക് ഷെയറും ഒക്കെ ചെയ്തോ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. താങ്ക് യു, ബൈ.